വെറും 6000 രൂപക്കാണ് ഞാൻ അന്നപൂർണ ബേസ് ക്യാമ്പ് നേപ്പാൾ കവർ ചെയ്ത് വന്നത്. അതും 4 ദിവസം കൊണ്ട്. എങ്ങനെയാന്നല്ലേ പറഞ്ഞുതരാം. കുറെ ആൾക്കാരെ മെസ്സേജ് ഉണ്ടായിരുന്നു, അന്നപൂർണ അല്ലേ നീ കയറിയത്, അതിന് ഇത്ര ഹൈപ്പ് കൊടുക്കണമെന്ന്. ഹൈപ്പ് കൊടുക്കണം, അല്ല ഞാൻ കൊടുക്കും. എൻ്റെ നാടെ ബാഡൂർ അല്ല കാസർഗോഡ് നിന്ന് തന്നെ വിരലിൽ എണ്ണാവുന്ന അത്ര ആൾക്കാർ മാത്രമേ ഈ അന്നപൂർണ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ആ ഒരു എണ്ണത്തിലേക്ക് ഇപ്പം ഞാനും ആഡായി. അതുമാത്രമല്ല, ഈ ട്രക്കിങ് പോവാന്നുള്ള എത്രയോ ആൾക്കാർ ആഗ്രഹമാണ്. ഞാനും അതുപോലെ ഒരു ആഗ്രഹിച്ച ആളാണ്. ഞാനത് കംപ്ലീറ്റ് ചെയ്തു. അതെനിക്ക് അഹങ്കാരം ഉണ്ട് മക്കളെ, ഉണ്ട്. അത് വേറെ വിഷയം. മക്കളെ, 6000 രൂപക്ക് ഒരിക്കലും ട്രക്കിങ്ങിന് ഇറങ്ങരുത്. നമ്മൾ നോർമലി ട്രാവൽ ചെയ്യുന്നത് പോലെ അല്ല ട്രക്കിങ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം മക്കളെ. ഞാൻ 3 നേരം മാഗി കഴിച്ചാണ് സർവൈവ് ചെയ്തത്, അതും അന്നപൂർണ ബേസ് ക്യാമ്പിലേക്ക്. ആ കയറുന്ന ഓരോ സ്റ്റെപ്പ് മുകളിലേക്ക് വെക്കുന്നതോടെ നമ്മളെ സ്റ്റാമിന കംപ്ലീറ്റ് ഡൗൺ ആവും. അതുപോലെ തന്നെ വിശപ്പ് കൂടിക്കൊണ്ടേ പോകും. അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചാൽ ഭക്ഷണത്തിന് നാട്ടിൽ 600-700 രൂപയൊക്കെയാണ്. അതുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പം എന്തായാലും ട്രക്കിങ് ചെയ്യുമ്പോൾ കയ്യിൽ മിനിമം 10,000 വെക്കുക. അന്നപൂർണ്ണയൊക്കെ പോകുമ്പോൾ മിനിമം 10,000 വെക്കുക. ഞാനിത് സീരിയസ് ആയിട്ട് പറയാണ്. 10,000 കയ്യിലില്ലേ, നിങ്ങൾ മൂഞ്ചും, നല്ല മൂഞ്ചലും ചെയ്യും. കാരണം ഞാൻ പെട്ടതാണ്, മനസ്സിലായിക്കോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.